വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ആദ്യമായി അദ്ദേഹം നിരത്തി അതിനുശേഷം ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുകയല്ല ചെയ്തത്. ഞാൻ പറയുന്നത് ഇവിടെ മീസാഖ് നബീൻ എന്നുള്ള ആയത്തുണ്ട്. വിശുദ്ധ ഖുർആൻ നബിക്ക് ശേഷം നബി വരാമെന്നുള്ള കുറെ ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നബിയാണ് എന്ന് അദ്ദേഹം വാദിച്ചിട്ടില്ല. ഞങ്ങളുടെ എതിർഭാഗത്തുള്ള ബിബി അബ്ദുറഹിമാൻ സാഹിബ് എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണത്. ഹദ്റത്ത് മിർസ ഗുലാം അലി സ്വലാത്തു വസ്സലാം ഒരിക്കലും തന്നെ ഈ ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്റെ നുബുവത്തിനെ തന്റെ നുബുവത്ത് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നബിയാണ് എന്ന് വാദിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ 15 ആയത്തുകൾ എടുത്ത് അതല്ലെങ്കിൽ മീസാഖുൻ നബീൻ എന്നുള്ള ആയത്തോ യാ ബനി ആദം ഇമ്മ യഅ്തിയകും എന്നുള്ള ആയത്തോ അദ്ദേഹം തന്റെ നുബുവത്തിന് തെളിവായി ഉദ്ധരിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം തന്റെ നുബുവത്തിന് വേണ്ടി തെളിവായി ഉദ്ധരിച്ചത് ജബ് ഖുദാ തആല ने मुझे बारिश की तरह वही नाज़िल की, അള്ളാഹു എനിക്ക് മഴ പോലെ വഴി വർഷിപ്പിച്ചപ്പോൾ എന്നിൽ വഴി വർഷിപ്പിച്ചപ്പോൾ അള്ളാഹു എന്നെ നബി എന്ന് പേര് നൽകുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഈ വാദം ഉന്നയിച്ചത് എന്നാണ്. അദ്ദേഹം 1882 മാർച്ച് മാസത്തിൽ എഴുതിയ ബറാഹീനെ അഹമ്മദിയയുടെ 3-ാം വാള്യത്തിന്റെ ആശിയ ദർ ആശിയയിൽ അള്ളാഹു എനിക്ക് ഈ ആജിസ്കോ ഈ വിനീതനെ ഇപ്പോൾ ലഭിച്ച് നൽകിയിരിക്കുന്ന ഇൽഹാമുകളും വഹികളും ഞാനിവിടെ ചുവടെ ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹുയാ അഹമ്മദ് ബാറക്കല്ലാഹു ഫീക മാ റമൈത ഇദ് റമൈത എന്ന് തുടങ്ങുന്ന ആ വഹിയുടെ വചനങ്ങൾ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നു. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് എന്നുള്ള ആ വഹിയും അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല വഹികളും അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കുന്നതും അള്ളാഹു അദ്ദേഹത്തോട് ഇത് ലോകത്തോട് പറയാൻ വേണ്ടി പറയുകയും ചെയ്യുന്നത്. അത് അദ്ദേഹം ബറായിനെ അഹമ്മദിയായി ലോക സമക്ഷം സമർപ്പിക്കുന്നുണ്ട്. അതിനുശേഷം തന്റെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അതിന്റെ വിശദമായ രൂപങ്ങൾ അതിന്റെ യഥാർത്ഥ ആശയങ്ങൾ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നതനുസരിച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം വഹി രേഖപ്പെടുത്തുന്നു. അള്ളാഹു ഇതാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പൂർണ്ണമായിരിക്കുന്ന ആശയങ്ങൾ പൂർണ്ണമായിരിക്കുന്ന അർത്ഥങ്ങൾ അതിന്റെ ഗഹനത പല സമയങ്ങളിലായി അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയും അതിന്റെ പൂർണ്ണത അദ്ദേഹം അതനുസരിച്ചുകൊണ്ട് ലോക സമക്ഷം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ അദ്ദേഹത്തെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. അവൻ അദ്ദേഹം പറഞ്ഞത് അള്ളാഹു എനിക്ക് വ്യക്തമായി ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തരുന്നതനുസരിച്ചുകൊണ്ടാണ് ഞാൻ ലോകത്തോട് ഇത് പറയുന്നത്. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും തന്നെ മറച്ചു വെച്ചിട്ടില്ല. പറയാൻ പറഞ്ഞ കാര്യം ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞത് ഞാൻ വ്യക്തമായി നിങ്ങൾ മുമ്പായി വെക്കുകയാണ്. അദ്ദേഹം ദൈവനിയോഗിതനാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിൽ നിന്ന് വന്ന ഉമ്മത്തി നബി ഞാനാണ് എന്നും ലോകത്തോട് പറഞ്ഞത് അല്ലാഹു എനിക്ക് അറിയിച്ചു എന്നുള്ള ആ അടിസ്ഥാനപരമായ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ എതിരാളികൾ പോലും പറയാറുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വാദം അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചു എന്നുള്ളതാണ്. അതിന് ഇന്ന് ഞങ്ങളോട് ചോദിക്കും, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഇവിടെ ഒരു ആളുടെ നിയോഗം, ഒരു വ്യക്തിത്വത്തിന്റെ നിയോഗത്തിന് സാധ്യതയുണ്ടോ, അതിനെന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാണ് അതിന് തെളിവ് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് ഇവിടെ പ്രവചനം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലോകം അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. മസീഹി എന്ന് പറയുന്നു, മഹ്ദി എന്ന് പറയുന്നു, അതേപോലെ തന്നെ മുജദ്ദിദ് എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ മറ്റു മതസ്ഥർ, ക്രിസ്ത്യാനികളാണെങ്കിൽ മിശീഹ എന്ന് പറയുന്നു, ഹൈന്ദവരാണെങ്കിൽ കൽക്കി എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാവരും തന്നെ ഒരു മഹാത്മാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ ആദ്യം ലോകസമക്ഷം സമർപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ എന്തെല്ലാമാണ്? മുസ്ലിങ്ങളോട് ഞങ്ങൾ പറയുന്നു, അദ്ദേഹം വാഗ്ദത്ത മസീഹാണ്, വാഗ്ദത്ത മഹദിയാണ്. വാഗ്ദത്ത മഹദിയെ സംബന്ധിച്ച്, വാഗ്ദത്ത മസീഹിനെ സംബന്ധിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ സലാം എത്തിക്കണം, അദ്ദേഹത്തെ നിങ്ങൾ തിരസ്കരിക്കരുത് എന്നുള്ളതാണ്. ഈമാൻ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും മലക്കുകളിൽ വിശ്വസിക്കുകയും കിതാബുകളിൽ വിശ്വസിക്കുകയും നാലാമതായി അമ്പിയാക്കളിൽ വിശ്വസിക്കുകയും ചെയ്യാൻ നമ്മളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇപ്പോൾ നിങ്ങൾ ഓതിക്കേൽപ്പിച്ച ഇവിടെയുള്ള ആയത്തുകളിൽ പറയുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഞങ്ങൾ വിശ്വാസ കാര്യത്തിൽ ഇബ്രാഹീമിലും ഇസ്മായിലും അതേപോലെ തന്നെ മൂസയിലും ഈസയിലും അലൈഹിസ്സലാം ഇവരിൽ ഇറങ്ങിയതിലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഇറങ്ങിയത് എല്ലാത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരിൽ നിന്ന് ഞങ്ങൾ ഒന്നിനെയും തന്നെ ഒരു വ്യതിരിക്തയും കൽപ്പിക്കുന്നില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഒരു വിശ്വാസി പറയണം. അപ്പോഴാണ് അവർ യഥാർത്ഥ വിശ്വാസിയായി തീരുകയുള്ളൂ, മുസ്ലിമായി തീരുകയുള്ളൂ, മൂമിനായി തീരുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ആ എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കേണ്ടത് മുസ്ലിങ്ങളുടെ കടമയായതുകൊണ്ട് പ്രവാചകന്മാർ എന്ന് പറഞ്ഞ ആ ഗണത്തിൽ അള്ളാഹു വിശ്വാസികളിൽ ഈമാൻ കാര്യത്തിൽ നാലാമതായി പറഞ്ഞിരിക്കുന്നത് അമ്പിയാക്കന്മാരെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂൽ തിരുമേനി വരാനിരിക്കുന്ന മസീഹ് നബിയുള്ള ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഈമാൻ കാര്യം നാലാമത്തെ നമ്മൾ മനുഷ്യരെ, ഏതൊരു മനുഷ്യരെയാണ് വിശ്വസിക്കുന്നത്? അമ്പിയാക്കന്മാരാണ്. വരാനിരിക്കുന്ന മസീഹിനെ മഹദിയെ നിങ്ങൾ ബൈഅത്ത് ചെയ്യണമെന്നും അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്നും എന്റെ സലാം എത്തിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞപ്പോൾ അതേ പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം നബിയുള്ളയായിരിക്കുമെന്ന്. ഖലീഫത്തുല്ലാഹിൽ മഹദി, അള്ളാഹുവിന്റെ ഖലീഫയായിരിക്കും, അതുകൊണ്ട് വിശ്വസിക്കാൻ നിർബന്ധമാണ്, അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കരുത് എന്ന് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറയുമ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റിക്കൊണ്ട് ഇവിടെ നുബൂവത്തിനുള്ള ഏത് സാധ്യതകളാണുള്ളത്, ഏത് ചാൻസാണുള്ളത്, വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി എന്ത് പറയുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുധാവനം ചെയ്തുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് ഇവിടെ നുബൂവത്തുണ്ടാകും എന്നുള്ളതിന് വിശുദ്ധ ഖുർആൻ തെളിവ് നൽകുന്നു. സ്ഥിരമായിരിക്കുന്ന നുബൂവത്തല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ഉമ്മത്തിനെ ബനൂ ഇസ്രായേലിനോട് ഉപമിച്ചെങ്കിലും അത് സമീർ അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ബനൂ ഇസ്രായേലികളെ ഭരിച്ചിരുന്നത് പ്രവാചകന്മാരായിരുന്നു. കുല്ലമ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ, ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അവർക്ക് പ്രവാചകനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നുബുവത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തിനേക്കാളും ഏറ്റവും ഉയർന്നതും ഖാതമുൻ നുബുവത്തായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിൽ നിരന്തരമായിരിക്കുന്ന പ്രവാചകന്മാരുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി പറഞ്ഞത്, ഹലഖഹു നബിയുൻ ലാ നബിയ ബഅദി ഫസയകൂനു ഖുലഫ, എനിക്ക് തൊട്ട് ശേഷം വരുന്നത് പ്രവാചകനായിരിക്കില്ല, ഖലീഫമാരായിരിക്കും. അതിന്റെ അർത്ഥം ഒരിക്കലും തന്നെ ഇവിടെ നബിമാർ ഉണ്ടാവുകയില്ല എന്നല്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇവിടെ എനിക്ക് ശേഷം ഒരു നുബുവത്തിന്റെ സാധ്യത മസീഹുൽ മഊദ് അല്ലെങ്കിൽ മഹദി ആയിക്കൊണ്ട് മസീഹായിക്കൊണ്ട് വരാനിരിക്കുന്നു, അദ്ദേഹം നബിയുള്ളയായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ഇത്രമാത്രം താക്കീത് ചെയ്തുകൊണ്ട് മുജദ്ദിദീങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്അസല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. പക്ഷേ ആ മുജദ്ദിദീങ്ങളെല്ലാം തന്നെ നിങ്ങളെല്ലാവരെയും വിശ്വസിക്കണമെന്ന് താക്കീത് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യണം, കാരണം ബൈഅത്ത് ചെയ്യണം, നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണം എന്ന് വ്യക്തമായി തന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്ത സമൂഹത്തോടാണ് റസൂലുള്ളാഹി പറയുന്നത്. അതുപോലെ നമ്മൾ നോക്കണം, തന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്ത സഹാബത്തിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, എന്റെ സലാമത്തേക്ക് നിങ്ങൾ അദ്ദേഹം ബൈഅത്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം തീർച്ചയായും നബിയുള്ളയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ റസൂൽ തിരുമേനിയുടെ ശരീഅത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട്, റസൂൽ തിരുമേനി ശരീഅത്തിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന നുബുവത്താണ്. അത് റസൂൽ തിരുമേനിയിൽ നിന്നും വേറിട്ടുള്ള നുബുവത്തല്ല, റസൂൽ തിരുമേനിയിൽ നിന്നും മാറ്റി നിന്നുകൊണ്ടുള്ള നുബുവത്തല്ല. ഇത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. കാരണം ഇത് ഞാൻ വ്യക്തമാക്കുന്നത് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് വിശുദ്ധ ഖുർആനിൽ നിന്നും നുബുവത്തിനെ ഞങ്ങൾ എടുത്തു പറയുമ്പോൾ ഞങ്ങളുടെ വിവക്ഷ ഇതാണ്. ഹദ്റത്ത് മിർസ ഗുലാം അലി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നതാണ്,
എന്നെ നബി എന്ന് മാത്രം നിങ്ങൾ പറയരുത്. പക്ഷെ മൈ നബി और റസൂൽ നീയും നാമക്കെ പുതിയൊരു വാദവും പുതിയൊരു പേരിലുമുള്ള നബിയും റസൂലുമല്ല ഞാൻ. और മൈ നബി और റസൂൽ ഹും ദില്ലിയത്തെ കാമിലാക്കെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ടുള്ള ആ ഒരു പിൻപറ്റൽ കാരണമായി ഞാൻ റസൂലും നബിയുമാകുന്നു. वो आईनाहुम जिसे मोहम्मद शक्ल और मोहम्मद नबुवत का काबिल इनकास है. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നബുവത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പരിപൂർണമായി പ്രതിബിംബിപ്പിക്കുകയും ചെയ്യുന്ന ആയിനാഹും ആ കണ്ണാടിയാണ് ഞാൻ എന്നാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് സംബന്ധമായി ഞങ്ങൾ കുറ്റക്കാരല്ല, അതിനെ പറയുന്നവർ മാത്രമായിരിക്കും കുറ്റക്കാർ. ഇവിടെ മീസാഖ് നബിയീൻ എന്നുള്ള ആയത്തോടിക്കൊണ്ട് ഇവിടെ അർത്ഥം വെക്കുകയുണ്ടായി. അതുകൊണ്ട് ഇവര് ഏതൊരു പ്രസ്ഥാനത്തിലേക്കാണോ തിരിച്ചുപോയത്, അതേപോലെ തന്നെ അവർ ഏതായിരിക്കട്ടെ, അൽജമാഅത്തെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനമല്ല എന്ന് ഇവിടെ അതിന്റെ വക്താക്കൾ ഇവിടെ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഏതൊരു പ്രസ്ഥാനത്തിലേക്കാണ് അവർ പോയത്, അവരുടെ വക്താക്കൾ ഇത് സംബന്ധമായി എഴുതി എന്ന് ഈ നാട്ടുകാരുടെ സമക്ഷം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ قَالَ أَقْرَرْتُمْ وَأَخَذْتُمْ عَلَىٰ ذَٰلِكُمْ إِصْرِي قَالُوا أَقْرَرْنَا قَالَ فَاشْهَدُوا وَأَنَا مَعَكُمْ مِنَ الشَّاهِدِينَ. സൂറ ആൽ ഇംറാനിലെ 82-ാമത്തെ ആയത്താണിത്. ഇതിന് മൗദൂദി സാഹിബ് തഫ്ഹീമുൽ ഖുർആനിൽ നൽകിയിരിക്കുന്ന തർജ്ജമ ഇപ്രകാരമാണ്. നിങ്ങൾക്ക് എടുത്തു നോക്കാം, 1-ാം വാല്യത്തിലാണ് ഇതുള്ളത്. ആ ആയത്തിന് അദ്ദേഹം നൽകുന്ന തർജ്ജമ ഇപ്രകാരമാണ്: ഓർക്കുവിൻ, അള്ളാഹു പ്രവാചകന്മാരിൽ നിന്നും ഇങ്ങനെ പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേദവും തത്വജ്ഞാനവും നൽകിയിട്ടുണ്ടല്ലോ. ഇത് പറയുന്നതൊക്കെ ജൂതന്മാർക്കാണ്. കുറെ ജൂതന്മാർക്കും കുറെ ക്രിസ്ത്യാനികൾക്കും കുറെ മജൂസികൾക്കും അവസാനം ഖുർആൻ എഡിറ്റ് ചെയ്ത് നമുക്കുള്ളത് ഏതാണെന്ന് പറയുമ്പോ ഖുർആൻ പിന്നെ ആർക്കും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ പലരും തന്നെ പറയുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ അത് ജൂതന്മാർക്കുള്ളതാണ്, അത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, അത് മജൂസികൾക്കുള്ളതാണ്. ഇപ്പൊ നമുക്കുള്ള ഏതാ സുഹൃത്തെ? അതൊന്ന് എഡിറ്റ് ചെയ്ത് തന്നാ പോലെ. വിശുദ്ധ ഖുർആൻ പറയുന്ന എല്ലാം തന്നെ മൗഇദത്തുൽ മുത്തഖീനാണ്. ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നത് കാരണം സമയം വളരെ ദീർഘിച്ചു പോകുന്നതാണ്. പക്ഷെ ഈ ആയത്തിന് ഇവിടെ പല അർത്ഥങ്ങളും നൽകുന്നു. എന്നാൽ പൂർവികന്മാർ ഇത് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വളരെ അർത്ഥങ്ങൾ എന്താണ് എന്ന് മലയാളത്തിൽ നമുക്ക് ലഭിക്കും. അത് ഞാൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തും. ഇത് മൗദൂദി സാഹിബ് ഓർക്കുവിൻ, അള്ളാഹു പ്രവാചകന്മാരിൽ നിന്നും ഇങ്ങനെ പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേദവും തത്വജ്ഞാനം നൽകിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു ദൈവദൂതൻ ആകാനായാൽ നിങ്ങൾ തിക്തമായും അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതും സഹായിക്കേണ്ടതുമാകുന്നു. ഇവിടെ ജാ എന്ന് പറഞ്ഞ് വന്നു എന്ന് അർത്ഥം നൽകി ഇത് കഴിഞ്ഞു പോയതാണ്, അവരോട് തർക്കിക്ക് പറഞ്ഞതെന്ന് പറയുന്നു. മൗദൂദി സാഹിബിന്റെ തഫ്ഹീമുൽ ഖുർആനിൽ ഇത്രമാത്രം എഴുതിയിട്ടുണ്ട്. ഇന്ന് കിതാബും തത്വജ്ഞാനം എല്ലാം തന്നെ നിങ്ങൾക്ക് നൽകി, അതുപോലെ തന്നെ അതിനെ സത്യപ്പെടുത്തുന്ന പ്രവൻ നാളെ വന്നാൽ ഇതാണോ അദ്ദേഹം പോയിട്ട് പറഞ്ഞത്? ഇതാണെങ്കിൽ അടുത്തതും കൂടി പറയാം. ഇതേപോലെ തന്നെ ഇത് മൗദൂദി സാഹിബ് തർജ്ജമ. ഇനി അമാനി മൗലവി സാഹിബ് നൽകിയിരിക്കുന്ന സാരം: നിങ്ങൾക്ക് വല്ല വേദഗ്രന്ഥമോ വിജ്ഞാനമോ ഞാൻ നൽകുകയും പിന്നീട് നിങ്ങളുടെ വശമുള്ളതിനെ സത്യമായി സ്ഥാപിക്കുന്ന ഏതെങ്കിലും റസൂൽ നിങ്ങൾക്ക് വരികയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ നിശ്ചയമായും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു നബിമാരോട് കരാറ് വാങ്ങിയ സന്ദർഭം അവർ പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുകയും അതിന്മേൽ എന്നോടുള്ള ഉത്തരവാദിത്ത ഭാരം ഏറ്റെടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇത് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന തഫ്സീറുൽ ഖുർആൻ വിവരണത്തിന്റെ പേജ് 2574 ഇത് തന്നു. ഇവിടെ ഒരു പ്രവാചകന്റെ ആഗമനം, അതായത് ഗ്രന്ഥവും തർക്കജ്ഞാനവും എല്ലാം നൽകി പിന്നെ അതിനെ സത്യപ്പെടുത്തുന്ന പ്രവാചകൻ. ഇത് പൊതുവിൽ പറയാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഉൾപ്പെടുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. നമുക്കിവിടെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ വാങ്ങിയെന്നും ആ പ്രഭാഷകൻ പറയുകയുണ്ടായി. ഈ കരാറ് റസൂൽ